ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യ. ഓ വാവ്. ആൻഡ് കുഞ്ഞുമോള് വർക്കിന് പോകുമ്പോൾ വിളിച്ച് സംസാരിക്കാൻ ഒരു ഭർത്താവ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിന്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കളുടെ ജീവിതം, അവരുടെ കുസൃതി, അവരുടെ വിഷമങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ. എത്രയൊക്കെയാണെങ്കിലും സെക്കൻഡ് മാരേജിൽ ആ ഒരു സ്വന്തം കുട്ടിയായിട്ട് ആരും കരുതാറില്ല. യുനോ, ഒരു ഡിമാൻഡ് വരുന്നത് വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് കൂടുതലും. അത് കുറേ അതെ അതെ. അപ്പോൾ ഐ തിങ്ക് എത്ര പേർക്ക് മുദ്രാ ലോണിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രോസസിനെ കുറിച്ച് അറിയാം? അറിയില്ല. അറിഞ്ഞാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ലവ് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് കൈ മുറിച്ചിട്ട് വരുന്ന അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് വേറൊരു ലെവലിലേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങി പോയിട്ട് ബാറിൽ പോയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ ഇപ്പോൾ കുട്ടികൾ ബിക്കമിങ് ബോൾഡ് അല്ല, ബിക്കമിങ് സ്റ്റുപ്പിഡ്. ഒറ്റപ്പെടലിന്റെ അങ്ങേ അറ്റം കണ്ടിട്ട് ലൈഫ് വേണ്ട എന്ന് തീരുമാനിച്ച എനിക്ക് എന്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല മരുന്നായിക്കൂടെ? ഇവർക്ക് കിട്ടിയ വരദാനം ഒന്നുമല്ല, ഞങ്ങൾക്ക് കിട്ടിയ വരദാനം ഈ ചെയ്യും. ഞങ്ങൾ ആഗ്രഹിച്ച 4ാം അറിഞ്ഞിട്ടുള്ള കല്യാണം അത് 4 ലക്ഷമായി. അതിൽ 1 ലക്ഷം മീഡിയ ഉണ്ടായിരുന്നു. ഒരു കല്യാണം കഴിച്ചു. എന്തായാലും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു ഫോർ വാട്ട് എവർ റീസൺ. പക്ഷെ അതുകൊണ്ട് കേരളത്തിന് കിട്ടിയ വലിയ ഭാഗ്യമെന്നാണ് ഇന്ന് ഞാൻ കരുതുന്നത്. ബിക്കോസ് ഞാൻ കുറേ വീഡിയോസ് കണ്ടു. ഐ എം സോ പ്രൗഡ് ടു ഹാവ് 2 strong individuals who have got amazing strong stories behind. So let me introduce to you Chris Venugopal and Divya Sridhar. I'm so glad you came to my show. Welcome to Unfiltered Coffee with me. Thank you very much. അപ്പോൾ കല്യാണ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഐ എം സപ്പോസ് ടു ആസ്ക് ദറ്റ് ക്വസ്റ്റ്യൻ. അതിലാണല്ലോ നിങ്ങൾ തിളങ്ങി നിൽക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. വിചാരിച്ചതിൽ ഗംഭീരമായിട്ട് പോകുന്നു. കാരണം ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യ. ഓ വാവ്. ആൻഡ് കുഞ്ഞുമോള് വർക്കിന് പോകുമ്പോൾ വിളിച്ച് സംസാരിക്കാൻ ഒരു ഭർത്താവ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിന്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ മക്കളുടെ ജീവിതം, അവരുടെ കുസൃതി, അവരുടെ വിഷമങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ. ഞങ്ങൾ രണ്ടുപേരെയും ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വീട്ടിലെ സെര, ഒരു ഷിറ്റ്സു. പിന്നെ ഞങ്ങൾക്ക് സുഖമാണോ, ഞങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കാൻ 2 വീട്ടിലെ അമ്മമാര്. വേറെന്താ വേണ്ടേ? ഇതൊക്കെയല്ലേ ആവശ്യം. ഒരു പെർഫെക്റ്റ് ലൈഫിലോട്ട് എത്തിച്ചേർന്നു അല്ലേ? ഗംഭീരായി. ദിവ്യക്ക് എന്താ പറയാനല്ലേ? അതിലുപരി നമ്മളെ കാണാത്ത ഒരുപാട് ആൾക്കാരുടെ സ്നേഹം, കോൾ വഴി കോൾസ് ഒക്കെ വരാറുണ്ടോ? ഒത്തിരി. അതൊക്കെ ഒരു സന്തോഷം. കാരണം ഇതുവരെ അറിയാത്ത ആൾക്കാർ നമ്മൾ വിളിച്ച് അവരുടെ കുടുംബത്തിൽ രണ്ടാക്കി മാറ്റുക, സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക. ഭയങ്കര ഒരു ഭാഗ്യം എന്നൊരു സമയത്തിലേക്ക് കയറി അല്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ കുഞ്ഞുമോളുടെ അമ്മയെ പോലെ ഒരാള്, സംസാരം പോലും വ്യത്യാസമൊന്നുമില്ല. കോഴിക്കോടുള്ള അമ്മ, സംസാരം മുഴുവനും കണ്ണൂർ ഭാഷയിൽ സംസാരിക്കണം. അമ്മ സംസാരിക്കാൻ നോക്കി ആ അമ്മേനെ കുറേ സമയം നോക്കി. എന്റെ അമ്മേനെ പോലെ ആ മോളെ അമ്മ തന്നെ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ അമ്മ കഴിച്ചു കൊടുത്തു. അപ്പൊ എന്റെ ഏട്ടത്തി അമ്മയും കണ്ടിട്ട് അയ്യോ അമ്മേനെ പോലെ തന്നെ ഉണ്ട്. ഇന്നലെ പാവം വീണ്ടും വിളിച്ചു തന്നെ. ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാര് എന്നെ പോലെ താടി വെച്ചു എന്ന് പറഞ്ഞിട്ട് പലരും അവരുടെ ഫോട്ടോ അയക്കുന്നത് ഓൾറെഡി ഉണ്ട്. ആ ഒരു സിമിലാരിറ്റി അയച്ചു തരുന്നത്. അപ്പൊ വേറെ 1-2 ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ കല്യാണം കഴിച്ച അന്ന് തൊട്ട് എനിക്കാണ് കോൾ വന്നത്. അങ്ങനെ പറ്റുന്ന അബദ്ധത്തിൽ പെട്ടുപോയ ആൾക്കാരുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ലൈഫ് ഇസ് ടേക്കൻ എ ടോട്ടലി ഡിഫറെന്റ് ടേൺ. ഇന്ന് കോടതിയിൽ ചെന്ന സമയത്തും ദിവ്യനെ കല്യാണം കഴിച്ച നിങ്ങൾ വക്കീലാണ്. അപ്പൊ സംവേർ the marriage has created an identity. അല്ലെങ്കിൽ കുഞ്ഞുമോളെ കാണുമ്പോൾ ആൾക്കാർക്ക് ക്യാരക്ടറായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. കാരണം ഇത്രയും കൊച്ചു പെണ്ണ് ഈ വയസ്സായ അമ്മയുടെയും അമ്മായിമ്മയുടെയും ഈ വില്ലത്തിയുടെ ഒക്കെ ക്യാരക്ടർ ചെയ്തത് കാരണം കണ്ട അറിയില്ലായിരുന്നു. ഈ ഏപ്രിൽ തൊട്ടുള്ള സമയത്ത് ഞങ്ങൾ എപ്പോഴേലൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും വർക്കിന് പോകുന്ന സമയത്തൊക്കെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. എൻ്റെ അടുത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം പറയും. അപ്പൊ കുഞ്ഞോട് പറയുമ്പോ അതാ ഏട്ടനെ നോക്കാം, ഏട്ടനെ നോക്കാം. ഇപ്പൊ അങ്ങനെ സംശയം വേണ്ട. ഇപ്പൊ എന്നെ അല്ല നോക്കുന്നത്. ഞാനെല്ലാരും
ഏട്ടനെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്തു കൊടുക്കും, ഞാൻ എടുത്തു കൊടുക്കും. എന്നെ എനിക്ക് അറിയില്ലല്ലോ, ഞാൻ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. But that changed. കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് So it was blessing in disguise actually. pure blessing. Pure blessing. ഒരു ഡിസ്ഗൈസും ഇല്ല, ബ്ലെസ്സിംഗ് തന്നെ. അതെല്ലേ. കല്യാണം എന്ന് പറയുന്ന ആ നല്ല വാക്ക്, something good happened. കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കുടുംബങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട്. ഐ തിങ്ക് ഫാദർ ജോസഫ് കുത്തുമരിക്കൽ പറയുന്ന പോലെ കൂടുമ്പോൾ ഇൻപം ഉള്ളതാണ് കുടുംബം. അപ്പോൾ ശരിക്കും കൂടുമ്പോൾ ഞങ്ങൾക്ക് ഇൻപം തന്നെ. വെരി ഹാപ്പി. And I saw that your mother is also very excited and you know she's very loud about her excitement and happiness. നേരത്തെ പറഞ്ഞ അത് തന്നെ, ഭാഗ്യം തന്നെ. അതെ കറക്റ്റ് ആയിട്ട്. അമ്മയുടെ പേരും ഭാഗ്യം തന്നെ അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും ഞാനിത് കാണാനിടെ അമ്മേനെ അമ്പലത്തിൽ പിടിച്ചു നിർത്തി ഫോട്ടോ എടുത്തു. ആണോ? ക്രിസ്റ്റിന്റെ അമ്മയല്ലേ. അപ്പോൾ ഷീസ് ഓൾ ലൈക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അടിപൊളി. അപ്പം ദിവ്യയുടെ പറ്റി ഞാൻ ഇങ്ങനെ കുറേ കണ്ടായിരുന്നു, വീഡിയോസിലൊക്കെ കണ്ടു. ആൻഡ് ഒരു ലൈഫിലൊരു വലിയൊരു എന്താ പറയുക ജൈത്ര യാത്ര തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ടും. അപ്പം ക്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ഞാൻ വരാം, കാരണം ഒരു എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയയാണ് കംപ്ലീറ്റ് ആയിട്ടും. സോ എനിക്കെല്ലാം കവർ ചെയ്യണമെന്നുണ്ട്, ബിക്കോസ് അൺഫിൽറ്റേർഡ് കോഫിയിൽ ആവശ്യത്തിലധികം സമയമുണ്ട്. നമ്മൾ ഐ എം നോട്ട് ബിഹൈൻഡ് എനി സ്പൈസ് ഓർ എനിത്തിങ്. ഇറ്റ്സ് ജസ്റ്റ് ആൻ അമേസിംഗ് കോൺവെർസേഷൻ ഐ വോണ്ട് ടു ഹാവ് വിത്ത് ഹൂ എവർ ഗസ്റ്റ് ഹു കംസ് ഹിയർ. എനിക്ക് സൊസൈറ്റിക്ക് നമുക്ക് കുറച്ച് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. സോ ദിവ്യ, എന്താണ് ലൈഫിനെ പറ്റി ഒന്ന് പറയൂ. ഐ നോ ഇപ്പം നല്ല സന്തോഷത്തിലിരിക്കുകയാണ്, പഴയതിലോട്ട് വലിക്കുന്നത് ശരിയല്ല. സ്റ്റിൽ യു നോ ഐ വോണ്ട് ടു നോ, കാരണം ഒത്തിരി ഏറെ ലേഡീസ് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, നോട്ട് അബൌട്ട് ദിസ് മാരേജ്, പക്ഷേ ആ ഒരു ജേർണി റൈറ്റ് ഫ്രം 18 വയസ്സ് തൊട്ട് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായത്തിൽ ഇറങ്ങിത്തിരിച്ചു. കറക്റ്റ്, വേറൊന്നും കൊണ്ടല്ല, ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ അന്ന് തൊട്ടുള്ള ആ ജേർണിയെ പറ്റി നമുക്കൊന്ന് പറഞ്ഞു തരുമോ? ഉറപ്പായിട്ടും ഇത് ബാക്കിയുള്ളവർക്കൊരു സ്ട്രെങ്ത് ആയി മാറും. നമ്മളെ ഒരു വ്യക്തിനെ വിശ്വസിച്ചിറങ്ങി പോകണമെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിൽ വന്ന പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ പ്രശ്നത്തിൽ ഞാൻ എന്താണ് ഒരാൾ വിശ്വസിച്ചു, അങ്ങനെ പറഞ്ഞ വാക്കുകൾ വാഗ്ദാനങ്ങളും ഒക്കെ അങ്ങ് ഇറങ്ങിപ്പോയി. ഫസ്റ്റ് ദിവസം തന്നെ കാര്യം മനസ്സിലായി എന്താണ് ഏതാണ്, പിന്നെ ഒന്നും ചെയ്യാൻ. അപ്പോൾ അതൊരു ഒരു സ്നേഹത്തിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നോ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരായിരിക്കും എന്താണ് ഒത്തിരി നാള് നിന്നിട്ട് അവരെ കുറിച്ച് കുറ്റം പറയുന്നു എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ വന്ന പ്രശ്നങ്ങൾ. അപ്പം ഈ ഒളിച്ചോടി പോയി എന്നുള്ളത് കൊണ്ട് ഫാമിലിയിൽ നിന്ന് വിട്ട് മീൻസ് അവര് ഒറ്റപ്പെടുത്തുന്നൊന്നും പറയാൻ പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നും ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ല, നീ അനുഭവിച്ചോ എന്ന് പറയുന്ന ആ സമയത്ത് കുറച്ചുകൂടി ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു, അതൊരു കാരണം. ഒന്ന്, ഈ 18 വയസ്സായ ഒരു പെൺകുട്ടിക്ക് അവരുടെ ലീഗൽ റൈറ്റ്സ് എന്താണെന്ന് അറിയില്ല. ഈ ലീഗൽ റൈറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബേസിക് ലീഗൽ ഇൻഫർമേഷൻ നമുക്കൊരു സ്കൂളിലും പഠിപ്പിക്കും. അതെ, എന്താണ് എൻ്റെ സിവിൽ റൈറ്റ്സ്, എന്താണ് ഒരു ക്രൈം എനിക്കെതിരെ നടക്കാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയാത്ത ഐ വുഡ് സേ ഷീ വാസ് എ സ്കേപ്ഗോട്ട് ടു എ സിറ്റുവേഷൻ ലൈക്ക് ദാറ്റ്. കറക്റ്റ്. അപ്പോൾ ആ സമയത്ത് ശരിയായ രീതിയിൽ ഏതൊരു സ്കൂളിലായിരുന്നെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലീഗൽ അവയർനെസ്. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറയുന്നത്, അതെ, ഗുഡ്. അത് കഴിഞ്ഞിട്ട് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ലീഗൽ സിസ്റ്റത്തിന് അപ്രോച്ച് ചെയ്യാനുള്ളത് ആർക്കും അറിയില്ല. പ്രൊവൈഡഡ് ആ സമയത്ത് കുഞ്ഞുമോക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് മാരേജ് ആയിട്ടില്ല, ഷീ കുഡ് ഹാവ് വാക്ക്ഡ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി. അതെ അതെ, ലൈഫ് ഇത്രയും സേവ് ആവുമായിരുന്നു. അതെ അതെ, അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഇത് സംഭവിച്ച പുള്ളി ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതറിയായിരുന്നു. പക്ഷെ ഡിവോഴ്സ് ആണെന്നാണ് പറഞ്ഞത്. അതിന്റെ വക്കീലൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല, ഡിവോഴ്സ് ആണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചതാണ്. അതായത് പറശ്ശിനിൽ പോയി അങ്ങനെയാണ്. അതിലും ചീറ്റ് ചെയ്യപ്പെട്ടു, അതുകൊണ്ടാണ് അതിലും ചീറ്റ് ചെയ്യപ്പെട്ടു. താലിയൊക്കെ കെട്ടി എന്താ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത്, താലിയിൽ പോലും കളങ്കം അന്നോട്ടേ പോയി. ആദ്യത്തെ ദിവസം തന്നെ അറിഞ്ഞു അല്ലേ? ഇല്ല, അല്ല, അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് താലി പോലും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു മനസ്സിലായി. ആ സമയത്ത് അവയർനെസ് ഇല്ലാതെ ഏതൊരു സ്ത്രീക്കും
ലീഗലി എങ്ങനെ ഒരു പോലീസിനെയോ അല്ലെങ്കിൽ എങ്ങനെ ലീഗൽ സിസ്റ്റത്തിനെയോ അപ്രോച്ച് ചെയ്യാമെന്ന് അറിയാമെന്നുണ്ടായിരുന്നെങ്കിൽ ലൈഫിൽ ഇത്രയും കഷ്ടങ്ങൾ. പക്ഷെ ക്രിസ്, ആ സമയത്ത് ആ ലീഗൽ അല്ല, നമ്മുടെ മൈൻഡിൽ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഫീലിങ്സ് ആണ് ഓവർ ഇത് ചെയ്യുന്നത്. 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ ഒരു ടൈം സഫർ ചെയ്തത് കുറയുമായിരുന്നു. അതെ, ഡെഫിനറ്റ്ലി. അപ്പൊ അത് ആ സമയത്ത് കിട്ടിയില്ല എന്നുള്ളത് ഒരു വലിയൊരു നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പൊ പാർഷ്യലി സൊസൈറ്റി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, ഐ വുഡ് സേ. അതാണ് പണ്ട് കാലത്ത് ഇപ്പൊ സ്മാർത്ഥ വിചാരത്തിന്റെ കഥ പറയുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഒരു പെണ്ണിനെ എങ്ങനെയാണ് ആ കാലത്ത് കണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി. അപ്പൊ അത്രയും മാറി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്കൊരു പ്രോപ്പർ ഒരു ഗൈഡൻസ് കൊടുക്കുന്നില്ല? ഫാമിലിക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഈവൻ എത്ര പേർക്ക് മുദ്രാ ലോണിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രോസസിനെ കുറിച്ച് അറിയില്ല. അറിഞ്ഞാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാം. ഫോർ എ പേഴ്സൺ ലൈക്ക് ഹർ, ഒരു പാർലർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടത് എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവും. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ക്ലോസ് ഡൗൺ ചെയ്ത് അതിന്റെ അവസാനത്തെ ഉള്ള എക്യുപ്മെന്റ് വരെ കൊടുത്തിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളപ്പം എത്ര സഫർ ചെയ്യുന്നുള്ളത് അറിയാം. ഞാൻ ചെയ്യുന്നായിരുന്നു അങ്ങനെ. എനിക്ക് ഇവിടെ വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ ഫേഷ്യൽ പെട്ട് ത്രെഡിങ് ചെയ്ത് അങ്ങനെ എല്ലാം ഞാൻ വിറ്റ്. അത്രയും ഇഷ്ടപ്പെട്ട് എനിക്ക് അതെൻ്റെ വരുമാനമായിരുന്നു പാർലർ എന്ന് പറയുന്നത്. പക്ഷെ അത് ലാസ്റ്റ് അതൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒരു ജീവിക്കേണ്ട ഒരവസ്ഥ, മക്കൾ നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പം ഇങ്ങനെ ഒരു ഇതിനിടയ്ക്ക് തന്നെ പ്രഗ്നന്റ് ആയി അല്ലേ? കുഞ്ഞ് അത് മുന്നേ അതില്ല അത് ഈ 18 ഇയേഴ്സ് കല്യാണം കഴിഞ്ഞ് എത്ര നാള്? അല്ല, അത് രണ്ടാമത്തെ കുട്ടിയായി 1.25 വയസ്സായപ്പോഴാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അപ്പം ഈ സമയത്തൊക്കെ യു ആർ ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവായിരുന്നു? വഴിയില്ല, എനിക്ക് സപ്പോർട്ടിന് ആരും ഇല്ലല്ലോ. ഇപ്പൊ യൂഷ്വലി എന്താ പറ്റുന്ന വെച്ചാൽ, ഇപ്പൊ ഒരു ലവ് മാരേജ് ആണെങ്കിൽ ശരി, കുറെ കഴിയുമ്പോൾ പാരൻസ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു അവസരം വന്നില്ല. അതാണ് ഞാൻ പറയുക. ഇങ്ങനെ ഇനിയിപ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധിമോശം വരുമോ എനിക്കറിയില്ല. അന്ധകാലത്ത് ഇപ്പൊ അവയർനെസ് ഉള്ളത് കൊണ്ട് കുറെയൊക്കെ ബെറ്റർ ആയി സ്ഥലം. ഇപ്പോഴ് വേറൊരു ഇഷ്യൂ കൂടെ വരുന്നുണ്ട്. ഈ അവയർനെസ് ഉണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് തന്നെയാണ്. ഫാമിലിക്ക് മുന്നേ അവര് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഫ്രണ്ട്സ് ശരിയായ രീതിയിൽ ഹാബിറ്റ്സിലല്ല എന്നുണ്ടെങ്കിൽ they get into some other addiction. അങ്ങനെ അവർ ലൈഫ് നശിപ്പിക്കുന്നത് കുറേ പേര് അങ്ങനെ വരുന്നുണ്ട്. ഒരു 6ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ലവ് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് കൈ മുറിച്ചിട്ട് വരുന്നതാണ്. അങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് വേറൊരു ലെവലിലേക്ക് പോവാണ്, കാണുന്ന പോലെ അല്ല. പിന്നെ വീട്ടിൽ നിന്ന് രാത്രി ഇറങ്ങിപ്പോയിട്ട് ബാറിൽ പോയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ ഇപ്പോൾ കുട്ടികൾ becoming bold. ഇത് ബോൾഡ് അല്ല, becoming stupid. Boldness എന്ന് that's again one more situation existing in the society. നമ്മൾ പണ്ടുണ്ടായിരുന്ന ഇപ്പൊ കുഞ്ഞുമോക്ക് പറ്റിയ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടായി, ഫാമിലി ആ എക്സ്പെക്ട് ചെയ്ത ലൈഫ് വന്നില്ല, കഷ്ടങ്ങൾ അനുഭവിച്ചു, ഫിസിക്കൽ ഇത് അനുഭവിച്ചു. ഇന്ന് ഇത് പല ലെവലിലായിട്ട് മുറിഞ്ഞ് ഈ അന്ന് ഒരു സൈഡിലിരുന്നത് ഇറ്റ് ഇസ് ബിക്കം മൾട്ടി. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. എത്ര പേരുടെ ലൈഫാണ് നശിപ്പിക്കുന്നത്, എത്ര പേരാണ് തെറ്റായ കയ്യിലേക്ക് പോകുന്നത്, എത്ര പേരാണ് പല രീതിയിൽ മാറിപ്പോകുന്നത്. ഐ നോ ഫാമിലി വേർ മകൾ ആക്ട്രസ് ആവണം എന്ന് പറഞ്ഞ് 4 വയസ്സിൽ ആ ഒരു ശീലം കൊണ്ടുവരിക. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ വർക്ക്. കാരണം ആക്ട്രസ് ആവണമെങ്കിൽ ആദ്യം ബേസിക് എഡ്യൂക്കേഷൻ. അതെ, ബിഫോർ എനിത്തിങ് യു നീഡ് ബേസിക് എഡ്യൂക്കേഷൻ. അതൊരു റിക്വയർമെന്റ് ആണ് ലൈഫിൽ. എൻ്റെ അമ്മ പറഞ്ഞത്, നീ ആദ്യം ഡിഗ്രി വാങ്ങിച്ചിട്ട് പിന്നെ നീ എന്ത് വേണമെങ്കിൽ ചെയ്തു. ഞാൻ അതേ ചെയ്തോളൂ. അവർ അന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫസ്റ്റ് ബേസ് ഡിഗ്രി ആണ്. ഡിഗ്രികളായി പോയെന്നുള്ള വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അതെ, ഇത് ഞാൻ എനിക്ക് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അമ്മ അന്നൊരു വാക്ക് പറഞ്ഞതിനെ അങ്ങ് പ്ലൂറൽ എടുത്തു എന്നേ ഉള്ളൂ, കുറെ കണ്ടിന്യൂ. അപ്പം ദിവ്യ ഫൈനലി എപ്പോഴാണ് എനിക്ക് പറ്റില്ല എന്നുള്ള, അതോ ആ വ്യക്തി നിരാകരിച്ചു പോയതാണോ, ദിവ്യയാണോ അവിടെ സ്റ്റോപ്പ് ആയിട്ട് ഇട്ടത്? കുട്ടികളെ സപ്പോർട്ട് ചെയ്തോ ആ സമയത്ത്? കുട്ടികൾ നല്ല അനുഭവിച്ചു കാണോ അല്ലെ ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട്? മോനെ അറിയില്ലല്ലോ, മോള് എപ്പോഴും കാണുന്നത് രാത്രി ഒരു 11 മണി 11:30 ആ ടൈം വരെ പ്രശ്നം ഉണ്ടാവില്ല. ബെഡ്റൂമിനകത്ത് കയറി മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. പിന്നെ അത് ബഹളായി. പിന്നെ മോള് ഡെയിലി ഇതൊക്കെയല്ലേ കാണുന്നത്. ഇപ്പൊ 2 ദിവസം നല്ലതാണെങ്കിൽ ബാക്കി 5 ദിവസം പ്രശ്നമായിരിക്കും. അങ്ങനെ ഒരു ലൈഫിലാണ് പോയത്. ലാസ്റ്റ് പിന്നെ എനിക്ക് മോൻ
മോനെ പ്രസവിച്ച് 4-ാം മാസമാണ് പുള്ളി ഗൾഫിൽ നിന്ന് വരുന്നത്. അപ്പോൾ പിന്നീട് സംഭവിച്ചതെങ്കിൽ ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് പറ്റിയത് അനുഭവിച്ചൊക്കെ ഞാനല്ലേ. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഒരു നല്ലൊരു ജീവിതം കിട്ടിയോണ്ട് ഇവനിപ്പം അവനെ പറ്റി പറയാന്നുള്ളതേ ഉണ്ടാവുള്ളൂ. പക്ഷെ അറിയുന്നവർക്ക് അറിയാം എന്താണ് ലൈഫിൽ. ഡെഫിനറ്റ്ലി ഒരു സർക്കിൾ ഉണ്ടാവുമല്ലോ, ദിവ്യ അറിയുന്ന ഒരു സർക്കിൾ ഉണ്ടാവുമല്ലോ. കാരണം അവരാരും എന്നെ ഇതുവരെ കുറ്റപ്പെടുത്തി. ആരും ഒരാൾ പോലും എന്നെ, ഇനി അവന്റെ ബന്ധുക്കളായാൽ പോലും എനിക്ക് സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അവരോട് അങ്ങനെ ആയിരുന്നു. അപ്പൊ എനിക്കൊരു ഞാൻ ലൈഫ് കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുന്നവർ മാത്രമേ ഉള്ളൂ, എൻ്റെ ചുറ്റുപാടുള്ളവരായാലും ബന്ധുക്കളായാലും. അതുകൊണ്ട് എനിക്ക് എന്താണ് ഒരു 32 വയസ്സിലാണ് ഞാനത് വേണ്ട എന്ന് വെച്ചത്. പക്ഷെ ഞാൻ വേണ്ട എന്ന് വെക്കുമ്പോഴും എപ്പോഴെങ്കിലും നല്ലതായ തിരിച്ചു പോകാം എന്നുള്ള അർത്ഥത്തിലായിരുന്നു ഞാൻ. അതെ, ടിപ്പിക്കൽ ഒരു ഇന്ത്യൻ ഫീലിംഗ് ആണ്, അതൊരു ലേഡിയുടെ ഫീലിംഗ് ആണ്. ഒരു പണിക്കും പോവാതെ കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേ ശാസ്ത്രത്തെ മോളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. മോൻ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മോള് അതൊരു 6-ാം ക്ലാസ് പകുതിയായിരുന്നു. മോള് 8-ാം ക്ലാസ് പകുതിക്കുന്നാണ് എന്നെ ഫോൺ ചെയ്ത്. അത്ര ഞാൻ പറഞ്ഞില്ല, മോളെ ഇന്ന സ്ഥലത്താണ് ഞാനൊന്നും പോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എപ്പോഴാണ് മോക്ക് തോന്നുന്നത് അവിടെ നിൽക്കാൻ പറ്റൂല, അച്ഛൻ എന്താണ് ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മോൾ അമ്മേനെ വിളിച്ചു. അപ്പൊ ഞാൻ വരും. അപ്പൊ ദിവ്യ ഇറങ്ങാൻ നേരത്ത് മോള് നിൽക്കൂന്ന് പറഞ്ഞു അച്ഛൻ്റെ കൂടെ. അത് അമ്മമ്മ ഒരു പണ്ടേ ചെറുപ്പത്തിലെ അമ്മമ്മന്റെ കൂടെ ആയിരുന്നു. മീൻസ് അങ്ങനെയല്ല, ഒരു വീടാണ്, പക്ഷെ നാച്ചുറലി ആ ഒരു പാമ്പറിങ് കിട്ടിയതിന്റെ. അപ്പൊ നന്നായി അത്. അല്ലാണ്ട് ഈ ബഹളം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ലേ ബെഡ്റൂമിനകത്ത് നല്ല കേൾക്കേണ്ടത്. ഇപ്പൊ കുറേ ബഹളം വെച്ച് പുറത്ത് കഴിയുമ്പോഴേ കുട്ടി അറിയുള്ളൂ, ഇല്ലെങ്കിൽ ഉറക്കത്തുനിന്ന് ഞെട്ടി വല്ല പ്രശ്നവും. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഈ പ്രഗ്നന്റ് ആയ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ മക്കൾക്ക് ഈ പഠിത്തത്തിന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ ആവും തോന്നുന്നല്ലേ. പഠിത്തത്തിന്റെ കാര്യത്തിലും കുറച്ച് ബാക്കൗട്ട് ആയിരുന്നു മോള്. ആ സമയത്തെ പ്രശ്നങ്ങളായിരുന്നു ഭയങ്കരമായിട്ട്. ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പ്രഗ്നന്റ് ആയ സമയത്ത് പോലും എനിക്ക് നല്ലൊരു സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് ഇന്നർ ചൈൽഡ് മാത്രമല്ല, നമ്മളിപ്പോ ഒരു കുഞ്ഞ് ഉറങ്ങി ഇനിയിപ്പോ എന്തും പറയാനുള്ള ലൈസൻസ് ആണ് വിചാരിക്കുന്ന ആൾക്കാർ. അതിന്റെ ഉപബോധം മനസ്സിലേക്ക് സബ്കോൺഷ്യസ് മൈൻഡ് എപ്പോഴും അലേർട്ടാണ്. 24 hours it is awake. അപ്പോൾ ഈ അവേക്ക് ആയിരിക്കുന്ന ഈ സബ്കോൺഷ്യസ് മൈൻഡ് കേൾക്കുന്നത് ഇത് മുഴുവനും അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇന്നർ ചൈൽഡ് മാത്രമല്ല, ഇവരുടെ മെന്റൽ മേക്കപ്പ് പോലും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ ഇന്ത്യൻ റൂട്ട്സ് ടു ഹിപ്നോസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ടെല്ലിങ്, പണ്ട് കാലത്ത് ഒരു കുഞ്ഞിനെ ഉറക്കുന്നതെന്ന് പറഞ്ഞാൽ തോളത്തിലിട്ട് കോൺസ്റ്റന്റ് സൗണ്ട്, കോൺസ്റ്റന്റ് ബീറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ താരാട്ട് പാടുമ്പോൾ നീ രാജാവാകും, പൂവാകും, തേനാവും എന്നൊക്കെ പറഞ്ഞ് നല്ലത് ഉണ്ടാവും, നിനക്ക് നല്ല വളർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞൊരു കാലം. ആ ഒരു കാലഘട്ടം മാറിയിട്ട് ഇന്ന് രാത്രി 9 മണിയാകുമ്പോൾ ഏതൊരു വീട്ടിലും കേൾക്കുന്നത്, അച്ഛൻ എന്തായാലും ബിസി ആയിരിക്കും, അമ്മയെ കുറേ വഴക്ക് പറഞ്ഞിട്ട് പോകുന്ന ആൾ മുഴുവനും കേട്ടിട്ടുണ്ടാവും. പകുതി ഉറക്കത്തിൽ ഇവ പിന്നെ കേൾക്കുന്നത്, നീ കിടന്ന് ഉറങ്ങുന്നുണ്ടോ, എനിക്ക് നാളെ ഓഫീസിൽ പോകാനുണ്ടാവും, നീ ജനിച്ച അന്നോട്ട് എനിക്ക് പ്രശ്നമാണ്. He actually is being driven to a level where he feels he's a burden. ഇത് ഓരോ കുട്ടികളുടെയും തലയ്ക്കകത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു തോട്ടാണ്. സ്ട്രെസ് ആയിരിക്കും, പക്ഷെ ഇത് അടിച്ചേൽപ്പിക്കും. ഇത് കൂടാതെ നടക്കുന്ന എനി ഡൊമസ്റ്റിക് വയലൻസ് അവരുടെ മൈൻഡിൽ മാറും. എല്ലാം ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. എനി കൈൻഡ് ഓഫ് അബ്യൂസ്, എനി കൈൻഡ് ഓഫ് വെർബൽ അബ്യൂസ്, ഇതെല്ലാം ഇവരുടെ മെന്റൽ മേക്കപ്പ് എന്താകുന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഞാനിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംസാരിച്ചു വരുമ്പോൾ അവർ പറയുന്നതും ഈ പാരൻസ് മനസ്സിലാക്കിയതും തമ്മിൽ കടയിലുള്ള വ്യത്യാസമാണ്. Where at times I understand the child is only depressed because of some activity of the parent. Parenting issue ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത പാരന്റിങ് ഇഷ്യൂ. പലപ്പോഴായിട്ടും കുഞ്ഞുങ്ങളുടെ കേസ് വരുമ്പോൾ ഐ ഫീൽ വെരി ബാഡ്. ഞാനൊരു സിനിമ അഭിനയിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കത്തി വെച്ച് കുത്തുന്ന ഒരു സീക്വൻസ് ഉണ്ട്. എനിക്ക് അത് കഴിഞ്ഞ് ഞാനൊരു 10-15 മിനിറ്റ് എനിക്ക് കരയാനുള്ള അവസ്ഥ. ബിക്കോസ് എനിക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയാണ്. അതിനേക്കാളും പെയിനാണ് പല കുട്ടികളുടെയും ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നത്. ബിക്കോസ് അത്രയും മോശമാണ്. അതെങ്ങനെ മാറ്റാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാരന്റിങ് ചേഞ്ച് തന്നെ പറയണം. സംഹൗ ഇറ്റ് ഹാസ് കം ഫ്രം ദ നെക്സ്റ്റ് ജനറേഷൻ പാരന്റ്സ്. അത് വരുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് പോലും ഇല്ലാണ്ടായി. എനിക്ക് കല്യാണം വേണം, ഒരു ഇന്റർവ്യൂ ഇത് ആവശ്യമില്ല. ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. അത്രയും വലിയൊരു ആഘോഷമായിട്ട് തന്നെ നടത്തുന്നതിന്റെ പുറകിലുള്ള നോ ഇറ്റ് ബിക്കേം അതായി പോയി. അതെ,
ഞാൻ പറഞ്ഞേ ഫസ്റ്റ് താലിയിൽ പോലും എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ പറയും എനിക്കിങ്ങനെ താലിയൊക്കെ ഇട്ട് സിന്ദൂരൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കല്യാണം കഴിക്കണം, കുറച്ചാൾ 4 ആൾ അറിയണം ഇതാണ് ഭർത്താവ്. കാരണം എൻ്റെ അനുഭവമാണ് എന്നെ അങ്ങനെ പറയുന്നത്. കാരണം പുള്ളി കോടതി പറഞ്ഞത് 2 മക്കളുണ്ടായി, ഓക്കെ, ഞാൻ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ഭാര്യ ഒന്നായി എന്നാൽ തെളിവില്ല. ഓ ആ എക്സ്റ്റെൻറ്റിലേക്ക്. അപ്പൊ എനിക്ക് എന്താണ് ഭാര്യ എന്നുള്ള സ്ഥാനമില്ല, അതുകൊണ്ട് എനിക്ക് എന്താണ് ചെലവോ കാര്യങ്ങളോ ഒന്നും തരണ്ട. പക്ഷെ മക്കള് പുള്ളിൻ്റെയാണ്. അപ്പം മീഡിയേറ്റർ ചോദിച്ചു, അങ്ങനെ 2 മക്കള് നിന്റെ 2 കുട്ടികൾ പ്രസവിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിന്റെ പേരിൽ അവർക്ക് അധികാരമില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊന്ന് വിറച്ചു. അത്ര വരെ കുറച്ച് ധൈര്യത്തിൽ അതെ, അതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഒരു മോഡേൺ ഡേ അബ്യൂസ് അതാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതെല്ലാം മനസ്സിലുണ്ടായിരുന്നു ആ വ്യക്തിക്ക്, ഇങ്ങനെയൊക്കെയാണ്, ഐ ക്യാൻ ചീറ്റ്, റോയലി ചീറ്റ്. അതെ അതെ, ഇമാജിൻ. സോ എപ്പോഴും എനിക്ക് അഡ്വക്കേറ്റ്സ് എന്ന് പറയുമ്പോഴല്ലോ എനിക്ക് എപ്പോഴും ഒരു മനസ്സിലെപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്, ലൈക്ക് ഹൗ ക്യാൻ യു ബി ജസ്റ്റ്, എങ്ങനെയാണത് പലപ്പോഴും. ഇറ്റ്സ് നോട്ട് എ ബിസിനസ് ഓഫ് ജസ്റ്റിസ്, കറക്റ്റ് ആണ്. സോ ഹൗ ഡു യു മേക്ക് യുവർ മൈൻഡ് ടു ഡു ദാറ്റ് ദെൻ? Because then you will not win all the cases. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലിസ്റ്റ് ഓഫ് ടീച്ചേഴ്സിനായിട്ട് ഒരു സാർ, ഷിബു സാർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അവിടുത്തെ പ്രിൻസിപ്പളുമാണ്, ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഈവനിങ് പഠിപ്പിക്കാൻ. ഷിബു സാർ പറഞ്ഞൊരു കാര്യം, ഇഫ് യു വോണ്ട് ടു ബി എ ലോ അബൈഡിങ് സിറ്റിസൺ 7ാം ക്ലാസ് മതി. അതെ, കുഞ്ഞുങ്ങൾ വളരെ ലോ അബൈഡിങ് ആണ്. ഞാൻ വണ്ടി കുറച്ച് ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോയി അയ്യോ ബ്രേക്ക് ചെയ്യും, അവയർനെസ് കുറച്ച് പ്രശ്നം ഉണ്ടാക്കും. അവയർനെസ് ആണ്. 7ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ആയി. അതെ അതെ, ലോ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു ലേൺ ഹൗ ടു ബ്രേക്ക് ദ ലോ. അപ്പൊ അവിടെ ചോയ്സ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അറ്റ് എ പോയിന്റ് വി ഹാവ് ടു ടേക്ക് എ ചോയ്സ്. പൈസയാണോ അതോ പ്രൊഫഷനോ? പൈസയും ഈ പ്രൊഫഷൻ തരും, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനും തരും. ആ ചോയ്സ് എടുക്കുന്നതിൽ പലരും പല രീതിയിലാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ അഡ്വക്കേറ്റ് ഒരു തെറ്റായ കാര്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ നല്ല വക്കീലാണെന്ന് പറയാൻ പറ്റും, നിർബന്ധമില്ല. പക്ഷേ ഏറ്റവും ഗംഭീരമായിട്ട് ലോ യൂസ് ചെയ്ത് ഒരു കള്ളനെ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ അയാൾ എക്സലന്റ് വക്കീലാണ്, പക്ഷെ ചീത്തപ്പേര് ഉറപ്പാണ്. അപ്പൊ ഈ അഡ്വക്കസി എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷനാണ്. നമുക്കിപ്പോ കത്തി യൂസ് ചെയ്യാൻ പഠിക്കുന്നത് കരിക്കരിയാനാണോ അത് ആളെ കുത്താനാണോ എന്നുള്ളതാണ്. ലോ ഇസ് ലൈക്ക് എ ഡബിൾ എഡ്ജ് സ്വോർഡ്, എങ്ങോട്ട് വേണമെങ്കിലും വീശാം. ഫോർ മീ, ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പേഷ്യൻസിന് ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാനുള്ള പേടി പൈസ എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബേസിക് ലീഗൽ അസിസ്റ്റൻസ് എങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ ലെഗസി ഓഫ് വാട്ട് മൈ പെറ്റേണൽ അങ്കിൾ, എൻ്റെ വല്യച്ഛനും അപ്പൂപ്പനും കേരളത്തിൽ തന്നെ അറിയപ്പെട്ട 2 അഡ്വക്കേറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പഠിച്ചുകൂടാ? അങ്ങനെ ഞാൻ ലോ പഠിക്കുകയും വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങി, എയ്ബ് ക്ലിയർ ചെയ്യും, LLM ചെയ്യും, ഇപ്പോൾ DL ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഐ വിൽ കീപ് സ്റ്റഡിങ്. So that's the next question is to you actually, before just we will finish with അവിടെ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മകള് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലേ? ഇപ്പം ഞാൻ അറിഞ്ഞു ഷീസ് ദ വൺ, പുള്ളിക്കാരിയാണ് ഇങ്ങനെ അമ്മ എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാന്ന് ചോദിച്ചത്. സോ ആ ഒരു സമയം ലൈക്ക് ഷീ കെയിം ബാക്ക്, വന്നല്ലോ, തിരിച്ചു വന്നപ്പം എന്തായിരുന്നു ചേഞ്ചസ് ലൈഫിൽ വന്നത്? അപ്പം എങ്ങനെ സപ്പോർട്ട് ചെയ്തു വന്ന് മോള്? അതെ, പിന്നെ ഇവിടെ വന്നപ്പോൾ സ്കൂളിലേക്ക് ചേർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, TC മീൻസ് അവളും പയ്യനൊരു സെന്റ് മേരീസിലാണ് പഠിച്ചത്, അവിടുന്ന് TC കിട്ടുന്നില്ല. അങ്ങനെ കുറെ ബുദ്ധിമുട്ടി അവളൊന്നും ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 8ാം ക്ലാസ് പോയിരിക്കുന്നതാണ് സംഭവം. പിന്നെ ഇത്രയൊന്നും കൂടെ തന്നെ ഉണ്ടല്ലോ, അവൾ കാണുന്നുണ്ടല്ലോ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും, പൈസക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്, പിന്നെ എല്ലാവരും വാക്കുകൾ, കുത്തുവാക്കുകൾ, പിന്നെ എല്ലാവർക്കും എല്ലാമായി, നമ്മൾ മാത്രം ഇങ്ങനെയുണ്ട്, എവിടെയും എത്തിപ്പെടുന്നില്ല. ഞാൻ എന്തുണ്ടെങ്കിലും മൊത്തം ഷെയർ ചെയ്യും മോളായിട്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയും. ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഞാൻ ഷെയർ ചെയ്യും. എനിക്ക് പിന്നെ വേറെ എൻ്റെ ലോകം എൻ്റെ മക്കളാണ്. അതാണ് ഞാൻ എന്തുണ്ടെങ്കിലും അതുകൊണ്ട് ഷെയർ ചെയ്യും. എല്ലാ കാര്യങ്ങളും അവരന്തേ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്താണ് അവിചാരിതമായി വന്ന ഈ ഒരു കാര്യം സ്വപ്നം കണ്ടതുപോലെ, സത്യം ഇപ്പോഴൊരു സ്വപ്നം പോലെ തന്നെയാണത്.
നമ്മൾ പ്രതീക്ഷിക്കാതെ ഞാൻ പറഞ്ഞു തൊടാൻ പോലും നമുക്കൊന്നും യോഗ്യതയില്ല ഇങ്ങനെ ഞാൻ പറയും. കാരണം എനിക്കറിയാം അല്ല, അത്രത്തോളം സ്ട്രഗിൾസ് കണ്ട് നമ്മളെ തന്നെ ആ ഒരു ലെവലിലോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തി. അപ്പോൾ ഞാൻ ചോദിച്ചു കല്യാണം കഴിഞ്ഞു തന്നെ ഞാൻ ചോദിച്ചു. കഴിഞ്ഞ പിന്നെ ഞാൻ ചോദിച്ചത് ഉള്ളിയൊക്കെ നോക്കല്ലേ. മോളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ 2 അമ്മമാരെയാണ് ഹാൻഡിൽ ചെയ്തത്. ബിക്കോസ് ഒന്ന് കുട്ടികളുടെ അമ്മ, ഓക്കെ, അങ്ങനെ പിന്നെ മോള് ഷീസ് എ മദർ ഇൻ ഹെർസെൽഫ്. അല്ല, എക്സ്പീരിയൻസ് കൊണ്ട് അത്രയും. ഒന്ന് മോനെ നോക്കുന്ന അമ്മമാരിൽ 2 അമ്മമാരെ ഞാൻ ഹാൻഡിൽ ചെയ്തത്. ഞാൻ മോനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ 2 അമ്മമാരെ എനിക്ക് എഴുതി. അതെനിക്ക് ഡേഞ്ചറാണ്. കാരണം ഇവിടെ മറ്റേ ബൈ ഡിഫോൾട്ട് മദർ ഒരാൾ, പിന്നെ മറ്റൊരു എക്സ്പീരിയൻസ് ഉണ്ടായ ഒരാളും ഉണ്ട്. അപ്പൊ ഈ 2 അമ്മമാര് പണ്ട് ഞങ്ങള് എവിടെയെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ മൂത്തിനെ വിളിച്ചിട്ട് പറയും, മോളെ വിളിച്ചിട്ട് പറയും, നമുക്ക് ഞാൻ എന്താ കൊണ്ടുപോവാണ്, പുറത്തു കൊണ്ടുപോവാൻ. വൈകുന്നേരം നേരത്തെ പറഞ്ഞു ശരിയമ്മേ. ഞങ്ങള് അത് തമാശയായിട്ടല്ല, ഐ റിയലി നോ ദാറ്റ് ഷീ ടേക്സ് കെയർ ഓഫ് ഹർ ലൈക്ക് എ മദർ. പക്ഷെ പല സമയത്ത് എന്താ ഈ റോൾ പ്ലേയില് ആരാ അമ്മ ആരാ തമ്മിൽ ബഹളം ഉണ്ടാകുന്നൊക്കെ കാണാം. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. ഐ റിയലി എൻജോയ് ദാറ്റ് ബോണ്ട്. ഞങ്ങൾ പുറത്തു പോയൊരു ദിവസം മോക്ക് ഫുഡ് ഞാൻ കൊടുത്ത സമയം എനിക്ക് എൻ്റെ മോക്ക് ഞാൻ കൊടുക്കുന്നതിനേക്കാളും ഈ 2 അമ്മമാരും തമ്മിലുള്ളൊരു ഇന്ററാക്ഷൻ ഞാൻ അന്ന് കണ്ടു. ഐ നെവർ ഫർഗെറ്റ് ദാറ്റ് ഇൻ മൈ ലൈഫ്. കാരണം ഞാൻ 2 അമ്മമാരെയാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് എനിക്കറിയാം. എന്തെങ്കിലും ഞാൻ മോൻ എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ 2 പേരുടെയും കണ്ണു പറയും, 2 പേർക്ക് ദേഷ്യം വരും. അത് പിന്നെ വേറെ ലെവലാണ്. അപ്പോൾ ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് 2 mothers in our home and മോൻ he is blessed to have 2 mothers. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല ലെവലിലാണ്. മോളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഷൂട്ടിന് വേണ്ടിയിട്ട് ഇമോഷണലി ഡെഫിനറ്റ്ലി മോള് നല്ലൊരു സപ്പോർട്ടായിരുന്നു അല്ലേ. അത് മാത്രമല്ല, ഇപ്പൊ ഷൂട്ടിന് പോയ സമയത്താണെങ്കിലും ഷീ ബിക്കംസ് ദി ആക്ച്വൽ മദർ ആൻഡ് മേക്സ് ഫുഡ് ആൻഡ് ഓൾ ആൻഡ് സെർവ്സ് എല്ലാം ചെയ്യാറുണ്ട്. അതിനൊരു ഭാഗ്യം വേണം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇപ്പൊ പല സമയം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതെ അല്ല, പക്ഷെ എന്നാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോൾ കുട്ടികൾ വേറൊരു ലെവലിൽ പോകുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ ആ ഒരു ഇതിൽ അവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്തത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സീരിയസ്ലി ദാറ്റ്സ് ട്രൂ. സോ ബട്ട് ഐ റിയലി ഫീൽ എൻ്റെ മോക്ക് കൊച്ചുകുട്ടിയാവാനാണ് ആഗ്രഹം. അതെ അതെ, ഏജിന്റെ മേളിൽ അത് പറ്റിപ്പോയി അല്ലേ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായി. ഞാൻ ആദ്യം പറയായിരുന്നു എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നത് എൻ്റെ മോളെ ഒരു കുഞ്ഞായിട്ട് കാണാം. ഇപ്പൊ അങ്ങനെ പറ്റില്ല, ബിക്കോസ് ഷീസ് ഗ്രോൺ. മോക്കും അത് തന്നെയാണ് ആവശ്യം. ഒരു പക്ഷേ കുഞ്ഞുമോളും കാണാത്തത് വീട്ടിൽ മക്കൾക്ക് ഒരു അച്ഛനെയാണ് കാണാത്തത്. അപ്പൊ അവിടെയെല്ലാം സമയമെടുക്കുമെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഒന്ന് ഫോളിങ് ഇൻ ടു പ്ലേസ് എന്ന് പറയുന്നതിന് സമയമെടുക്കും. അതിനിടയ്ക്ക് ഈ എന്താ പറയുക, ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുന്നു. ഇത് എത്ര 2 മാസം പോവോ 3 മാസം പോവോ, അവരുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കാം. ഞങ്ങൾക്ക് അങ്ങനെയല്ല. വി നീഡ് സം ടൈം. ഞങ്ങൾക്കൊന്ന് സെറ്റിൽ ചെയ്ത് എനിക്ക് മക്കളെ 2 പേര് നോക്കാനും ഞങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കുറേ ഇതുണ്ട്. ഇപ്പോൾ ഞാൻ മക്കളെ വിളിച്ചുകൊണ്ട് പെറ്റിംഗ് സൂ പോയി. കഴിഞ്ഞ ദിവസം കുഞ്ഞുമോക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാം. മറ്റേ ബ്ലാക്ക് പാമ്പ് വന്നിട്ട്, മറ്റേ ഇന്ത്യയിലെ ടോളസ്റ്റ് കുതിര വന്നിട്ടുണ്ട്. നമുക്ക് ഞങ്ങൾ മുഴുവൻ സംസാരിക്കേണ്ടി ഇത് എന്തായി സംസാരിക്കണമെന്ന് കുഞ്ഞുമോക്ക് അറിയില്ല. There I know that yes, I am their dad. മക്കളും ഞാനും തമ്മിലുള്ള ഇന്ററാക്ഷനാണ്. നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ somewhere I'm fulfilling that vacuum. No, it's such a nice feeling. നമുക്കിപ്പം ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട് സീരിയസ്ലി, ബിക്കോസ് ബീങ് എ ലൈഫ് കോച്ച് എനിക്ക് കുറേ എക്സ്പീരിയൻസസും വരാറുണ്ട്. എത്രയൊക്കെയാണെങ്കിലും സെക്കൻഡ് മാരേജിൽ ആ ഒരു സ്വന്തം കുട്ടിയായിട്ട് ആരും കരുതാറില്ല. യുനോ, ഒരു ഡിമാൻഡ് വരുന്നത് വീട്ടിൽ കൊണ്ടാക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് കൂടുതലും. അത് കുറേ, അതെ അതെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ക്രിസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വേ ഹീ സ്പീക്കിംഗ് വെച്ചാൽ നമുക്ക് അത് ഇനിയിപ്പം എന്തായാലും എല്ലാവർക്കും കാണാനായിട്ട് ഇനി സമയമുണ്ട്. ആരും എൻ്റെ അമ്മയ്ക്കും അച്ഛനും ദേവി മുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും എൻ്റെ മക്കൾ തന്നെയാണ്. അതെ. സോ ആ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് അത്രത്തോളം ഇഷ്ടമാണ് ദേവിനെ മുത്ത്. ഇഷ്ടമാണ്.
ഇത്രയും ഈ സ്ട്രഗിൾസിൻ്റെ ഉള്ളിൽ ദിവ്യയുടെ ആ ഒരു പ്രാർത്ഥന, തീവ്രമായ ആഗ്രഹങ്ങൾ, അതാണ് മെറ്റീരിയലൈസ് ആയിരിക്കുന്നത് ഡെഫിനറ്റ്ലി. തിരിച്ചും ഞാൻ പറയാം, ഒറ്റപ്പെടലിന്റെ അങ്ങേ അറ്റം കണ്ടിട്ട് ലൈഫ് വേണ്ട എന്ന് തീരുമാനിച്ച എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല മരുന്നായിക്കൂടെ? അതെ, അതുമാകാം. That's what, that's karma. അങ്ങനെ I'm not trying to become ഇവർക്ക് കിട്ടിയ വരദാനമൊന്നുമല്ല ഞാൻ പറയാം. ഞങ്ങൾക്ക് കിട്ടിയ വരദാനം ഈ ജീവിതം. അതെ, ബിക്കോസ് ഇപ്പോ രണ്ടാളും ചിന്തിച്ചത് ഒരേ റൂട്ടിലല്ലേ രണ്ടാളും പോയത്. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസസ് ഇനി നിങ്ങളുടെ ലൈഫിനെ ബെസ്റ്റായിട്ട് ജീവിക്കാനായിട്ട് സഹായിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് ലേണിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ. ഞങ്ങൾ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് നാണിച്ച് ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവിടെ 1 വയസ്സ് 2 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. എനിക്ക് എവിടെയെല്ലാമോ ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അത് കണ്ട് സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ ന്യൂലി മാരിഡ് കപ്പിളാണ്. അവിടെ അച്ഛനമ്മയും എന്നുള്ളത് മരണം ഞങ്ങൾ കാണുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ന്യൂലി മാരിഡ് കപ്പിളാണ്. മോൻ എൻ്റെ അടുത്ത് വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഡാഡാണ്. അപ്പോൾ അവൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു സംശയം കൂടെ ഇത് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഈ പെറ്റിംഗ് സൂവിൽ വന്നിട്ടുള്ള ഈ കുതിരയ്ക്ക് ഏറ്റവും ടോളസ്റ്റ് കുതിരയാണ്, ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും പൊക്കം കൂടിയ കുതിരയാണ് അത്, ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ അറേബ്യൻ ഹോഴ്സസ് എന്താണ്, ഇറ്റാലിയൻ ഹോഴ്സസ് എന്താണ്. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ somewhere I wanted somebody to ask questions to me. You aspired for it. Always you wanted it. But whatever you aspire, you get it. You're going to manifest it. കുഞ്ഞോൾ ആഗ്രഹിച്ച 4 ആൾ അറിഞ്ഞിട്ടുള്ള കല്യാണം അത് 4 ലക്ഷം ആയിരുന്നേ ഉള്ളൂ. അതിൽ 1 ലക്ഷം മീഡിയ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അങ്ങനെ ഉണ്ടായതിൽ ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഹാപ്പിനെസ് തന്നെയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ ചീത്ത പറയുന്ന ആൾക്കാർ യു ഗെറ്റ് സൂൺ, പക്ഷെ അതേസമയം താങ്ക് യു വെരി മച്ച്. കാരണം ഞങ്ങളെ ചീത്ത വിളിച്ചതിലൂടെ എങ്കിലും ഇപ്പോൾ ഇന്ന് കോടതിയിൽ സാർ അഡ്വക്കേറ്റ് ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ എല്ലാവരുടെയും വീട്ടിൽ പോയി പറയാൻ പറ്റും. ആരോ 2 പേര് ചേർന്ന് കേട്ടില്ല, ഇനി എന്തായി തീരും, ആൾക്കാർക്ക് അതൊരു ചിരിക്കാനുള്ള വിഷയം, സംസാരിക്കാനുള്ള വിഷയമായി മാറി. സോ ഈ ഒരു ജേർണിയിൽ ദിവ്യ, ഇപ്പോൾ നമുക്ക് പറയാം ഞാൻ ജീവിച്ച് തീർത്തു എങ്ങനെയെങ്കിലും, പക്ഷെ ഐ എം ഡെഫിനറ്റ്ലി ഷുവർ ആ കഴിക്കാനില്ലാത്ത സമയങ്ങൾ ഉണ്ടായി കാണും. അന്നും ആക്ടിങ് ഉണ്ടല്ലേ, അപ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ള എഫക്ട് ചെയ്ത് കാണും. അപ്പോൾ എന്ത് ചെയ്തു? ഇൻഫാക്ട് അതേപോലെ കുറച്ച് കടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കുറേ കടങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുറേ ആൾക്കാർ എന്തൊക്കെ മോശം രീതിയിൽ ഞങ്ങൾക്ക് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ തീർത്തു. മോശം രീതിയിൽ പോവാണ്ട് തന്നെ എനിക്ക് തീർക്കാനത് പറ്റും. അത് ദൈവത്തിന്റെ ഒരു, എനിക്ക് അറിയാം ദൈവം ഏതെങ്കിലും വഴിയിലേക്ക് എനിക്ക് എന്തെങ്കിലും കൊടുത്തിരുന്ന അധികം അന്ന് നല്ല ക്യാരക്ടർ റോൾസ്, അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും നല്ല ക്യാരക്ടർ തന്നെയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ആരെ അറിയില്ലെന്ന് മാത്രം. എല്ലാത്തിനും അപ്പൊ കാരണം അങ്ങനെ ഒരു ഏജ് ആണല്ലോ അതിൽ കാണിക്കുന്നത്. 2 വ്യക്തികൾ സെറ്റിൽ പോയാൽ തന്നെയും പറയും, അയ്യോ ഇത് ആ സീനൊക്കെ എടുത്ത് ഈ വ്യക്തി എന്നെ നേരെ നോക്കി പറയും, ഒരിക്കലും മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ ചേച്ചിനെ മനസ്സിലാവും? അതെ അതെ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു റോൾ എടുത്തു? അതിനെക്കാട്ടി എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. പക്ഷെ അന്നും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ജീവിക്കാനായിട്ട് അത് എടുത്തു അല്ലേ? എന്നെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ കുറച്ചുകൂടി ഏജ് ആയിട്ട് ആ ഒരു ഹെയർ സ്റ്റൈൽ ഇതൊക്കെ വന്നപ്പോ അമ്മ ക്യാരക്ടർ തന്നെയാണ് എന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അപ്പോൾ ദിവ്യയോട്. അപ്പോൾ ഒരു ബെറ്റർ ലൈഫിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ അല്ലേ? അന്ന് തോന്നും എൻ്റെ ഏജിനൊത്തൊരു ക്യാരക്ടർ ചെയ്യണം അല്ല. ഞാൻ എന്താ പറയുന്നത്, എനിക്ക് തമിഴ് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോഴും ഞാൻ ഏട്ടനോട് വരുന്നുണ്ട്, എനിക്ക് അമ്മ ക്യാരക്ടർ മതിയേ, അതങ്ങ് യൂസ് ടു ആയി. അമ്മ ക്യാരക്ടർ മതി. എനിക്ക് അമ്മയാകുമ്പോ എനിക്ക് അമ്മയായിട്ട് ചെയ്യാൻ പറ്റുന്നല്ലോ. പക്ഷെ പുതിയ ക്യാരക്ടേഴ്സ് കിട്ടിയാൽ ചെയ്യാലോ അല്ലേ? എന്ത് കിട്ടിയാലും ഏത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ലൈഫായിരുന്നു അല്ലേ? ഓരോ ദിവസത്തെ നമുക്ക് എഴുതാൻ പറ്റും, ഇന്ന രീതിയിലാണ് ഞാൻ ജീവിച്ചു പോയത്. നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പം ഈ 2 ഇതിനെ വെച്ചിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ വ്യൂസിന് വേണ്ടി പലതും പറയുന്നു. പക്ഷെ നമ്മുടെ അടുത്ത് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ അറിയാം, ആ ഷൂസിലോട്ട് ഇറങ്ങിയാൽ അതെ അതെ അതെ. ഒരുപാട് ആൾക്കാർ കമന്റ് കണ്ടു, മോൻ പാപ്പ വിളിക്കുന്നുണ്ട്, അതെങ്ങനെയാ നിന്റെ അച്ഛനാവല്? ഇങ്ങനെയൊക്കെ കുറെ ഞാൻ കണ്ടു. ഞാൻ എന്നോട് പറഞ്ഞില്ല, അതെങ്ങനെയാ നിന്റെ അച്ഛനാവല്? നിന്റെ അച്ഛൻ എവിടെ? നീ എങ്ങനെ കണ്ട മറ്റേ കളവൻ അച്ഛന്ന് വിളിക്കും? നിങ്ങളൊക്കെ കമന്റ് കണ്ടായിരുന്നു. ജനിപ്പിച്ചത് കൊണ്ട് മാത്രമേ ഒരാൾ അച്ഛനാവുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക.
അല്ലേ? അതെ അതെ കറക്റ്റ് ആണ്. ജനിച്ചതുകൊണ്ടും ഒരാൾ അതെ, അച്ഛനാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇതിലോട്ട് പോകത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ ആരോടും പറയാത്തൊരു കാര്യമാണ്, എൻ്റെ മോൾ 8ാം ക്ലാസ്സിൽ പകുതിക്കാണെന്നാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. ആ മോൾ എത്ര പ്രാവശ്യം ആ പുള്ളി വിളിച്ചിട്ടുണ്ട്. അതെ, മോനെ ഇപ്പൊ 9 വയസ്സായി. 1.25 വയസ്സിൽ പിരിഞ്ഞ എൻ്റെ മോൻ എത്ര പ്രാവശ്യം അവരെ ആ മോൻ ഇത്ര പോലെ വളർന്നു എന്ന് ഈ കല്യാണത്തിനായിരിക്കും അവൻ കണ്ടിട്ടുണ്ടാവുക മീഡിയയിൽ കൂടെ. അതാരും അറിയുന്നില്ല, ആർക്കും അറിയണ്ട. ഈ നമ്മുടെ സിസ്റ്റത്തിനകത്ത് മാതാപിതാ ഗുരുദൈവം, അതെ അതെ, ആരെന്ത് ചെയ്താലും അല്ല മാതാപിതാ ഗുരുദൈവം എന്ന് പറയും. അപ്പൊ ഈ പറയുന്നത് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം അമ്മയെ, പിന്നെ അച്ഛന്, പിന്നെ അത് കഴിഞ്ഞ് ഗുരുവിനെ, പിന്നെ ദൈവത്തിനെ എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഓക്കെ, മേ ബി ഒരു രീതിയിൽ ശരിയായില്ല. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദൈവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിവിനിറ്റി എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ് വയ്ക്കുന്നത്. അത് ആ മീനിങ് അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് മാത്രമേ ആരാണ് അച്ഛൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതെ, ട്രൂ ആണ്, ട്രൂ. ആ ആളാണ് അച്ഛൻ. ഈ അച്ഛൻ എങ്ങനത്തെ ആളായിരിക്കണം അതാണ് അടുത്ത ലൈൻ. മാതാപിതാ ഗുരു, അതായത് ഒരു പിതാവിന് മാത്രമേ ഈ മക്കളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ആരാണ് പ്രാപ്തൻ എന്ന് നോക്കി അവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒരു അമ്മയ്ക്ക് അത് സാധിക്കില്ല എന്ന് പറയുന്നത് അമ്മയ്ക്ക് വാത്സല്യം ഉണ്ടാവും. അപ്പോൾ ഒരു ഗുരു വഴക്ക് പറയുന്നോ തല്ലുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും അവിടെ കൊണ്ടുവിടാൻ പറ്റില്ല. അത് കുട്ടികളുടെ നന്മയ്ക്കല്ല. അങ്ങനെ അല്ലാത്ത ഒരാളുടെ അടുത്ത് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നന്നാവില്ല. അപ്പോൾ ഈ പിതാവ് എന്ന് പറയുന്ന ആള് മനസ്സിൽ കല്ല് വെച്ചിട്ട് ഹി ഹാസ് ടു ടേക്ക് ദിസ് സ്റ്റെപ്പ് ദാറ്റ് കുറച്ച് കഷ്ടതകൾ ഉണ്ടായാലും ഇവർ ഒരു നല്ല ഗുരുവിൻ്റെ അടുത്ത് ആ ഗുരുവാണ് എന്താണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ എന്താണ് ദൈവം, അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗൈഡൻസ്. കഴിഞ്ഞ ദിവസം എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഒരു സാറിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഐ ഇൻസിസ്റ്റഡ് ദേ ഷുഡ് കം. ദ പ്രൈഡ് ഐ ടേക്ക് ടു സേ ദാറ്റ് ഇത് എൻ്റെ സാറാണ്, എന്നെ പഠിപ്പിച്ച സാറാണ്. എപ്പോഴും 10-25 വർഷം മുന്നേ എന്നെ 8, 9, 10 എന്നെ പഠിപ്പിച്ച ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിപ്പിച്ച എൻ്റെ സാർ. ആൻഡ് ദാറ്റ് ഹാപ്പിനെസ് എൻ്റെ മോനും കണ്ടു. സംവേർ അവരുടെ മനസ്സിൽ ഒരു ടീച്ചർ എന്നുള്ള ആ റെസ്പെക്റ്റ് വരുവല്ലേ. അപ്പോൾ ഈ പിതാവ് എന്ന് പറയുന്നത് ജനിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല. അതൊരു മാതാവിന് ആരെ വെച്ചാണെങ്കിലും ഒരു അമ്മയാണ് തീരുമാനിക്കുന്നത്. ഇതാണ് അച്ഛൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുമോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്നെ അപ്പാന്ന് വിളിക്കാൻ അവർക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. അവർ വിളിക്കുന്ന ഓരോ പ്രാവശ്യം എന്നെ അപ്പാന്ന് വിളിക്കുമ്പോഴും അത് എണ്ണാൻ പറ്റൂല. എത്ര പോലെ ഒരു ഇപ്പൊ ഫോൺ ചെയ്യുന്ന ആണെങ്കിൽ തന്നെ നന്ദു ആ സംസാരത്തിന്റെ ഇടയിൽ എത്ര അപ്പാന്ന് വിളിച്ചിട്ടുണ്ടാവും. എന്താണ് എക്സിന് എത്ര പ്രാവശ്യം അച്ഛാ വിളിച്ചിട്ടുണ്ടാവും. അല്ല, അവർക്ക് ആഗ്രഹം, ഉള്ളിൽ നല്ല ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാവും. അവിടെ എങ്ങനെ വിളിക്കും? അത് കണ്ടല്ലേ, സ്ട്രഗിൾ കണ്ടതല്ലേ. അതെ, വേണ്ട അവസരം വേണ്ടേ ആക്ച്വലി. അപ്പോൾ എന്നെ അപ്പാന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്ഥലത്ത് പറയുകയും ചെയ്യും, ഞാൻ ജീവിച്ച് എൻ്റെ ജീവിതം കഴിഞ്ഞ് ഞാൻ നല്ല മനുഷ്യനായിരുന്നോ എന്ന് പറയേണ്ട 2 പേരാണ് എൻ്റെ മക്കൾ. കറക്റ്റ്. അവര് നാളെ പറയാം എൻ്റെ അപ്പ നല്ല അപ്പയായിരുന്നു. അന്ന് മാത്രമേ ഞാൻ ആരാണെന്നുള്ളത് അറിയൂ. എനിക്ക് സെൽഫ് അസസ്മെന്റ് എനിക്ക് ചെയ്യാനുള്ള അധികാരമില്ല. ആസ് എ മദർ ഐ കൻ സേ എങ്ങനെ ഒരു അമ്മയാണ്, നല്ല അമ്മയാണെന്ന് എനിക്ക് ഞാൻ കണ്ട് അനുഭവിച്ചറിയുന്ന മക്കളെ കണ്ട് ഞാൻ അറിയുന്നു. പക്ഷെ ഒരു അച്ഛന് മക്കളെ ജീവിച്ച് അച്ഛൻ്റെ കാലശേഷം അവരെങ്ങനെ ഓർക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സിസ്റ്റത്തിൽ പിതൃപിണ്ഡം അല്ലെങ്കിൽ ബലി കൽപ്പിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനെ എത്രത്തോളം മക്കൾ ഓർക്കുന്നു ആ ഒരു ദിവസം, ആ തിഥി ഓർത്തിട്ട് അന്നെങ്കിലും ഒരു ദിവസം ഓർക്കാൻ അത് എത്ര മോശപ്പെട്ട ആൾക്കാരും അർഹതപ്പെട്ടതാണ്. അതല്ല, ഞാൻ നല്ല അപ്പയായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഓരോ ദിവസവും അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് ഓരോ ദിവസവും ഓർമ്മ വരും. എനിക്കൊരു തിരി ആവശ്യം വരില്ല. സോ ആ ഡിഫറൻസ് മാത്രമാണ്. ഈ വെളിപ്പേര് മാത്രമല്ല, അത് നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട ഒരു സ്ഥാനമാണ്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ്സ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ അച്ഛൻ്റെ 100% ഞാൻ നന്നായി കഴിഞ്ഞാൽ, അതായത് എൻ്റെ അച്ഛൻ അത്രയും നല്ലതായിരുന്നു, അത്രയും ആയി കഴിഞ്ഞാൽ ഞാൻ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ്. എനിക്ക് എൻ്റെ അച്ഛൻ അങ്ങനെയാണ്. ആൻഡ് കുഞ്ഞുമോക്കും അറിയാം, എൻ്റെ മോൻ എൻ്റെ അച്ഛനെ വിളിക്കുന്നത് സുന്ദരാണ്. ഒരു കുടുംബപരമായിട്ട് അല്ലെങ്കിലും ഭയങ്കര സുന്ദരന്മാരാണല്ലോ. അപ്പൊ അമ്മ ചോദിച്ചു, സാർ എന്താ അങ്ങനെ വിളിക്കുന്നത്?
എന്നാ, സുന്ദരിനെ കാണാൻ നല്ല ഭംഗി. അതെ അതെ, നല്ല അതുകൊണ്ട് ഭംഗിയാണ്. സുന്ദരിയെ വിളിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു അത്. വെളുത്തിട്ടല്ലേ? അപ്പോൾ ഇനി കൂടുതൽ ഞാൻ കരയിക്കുന്നില്ല പുള്ളിക്കാരെ. എന്തായാലും ക്രിസിനെ പറ്റി പറയാനാണെങ്കിൽ ഞാനൊരു ലോഡ് ക്വാളിഫിക്കേഷനാണ് കണ്ടിരിക്കുന്നത്. യു ഹാവ് ആക്ച്വലി യു ആർ എ വെരി ലേണഡ് പേഴ്സൺ. അതിൽ ഒരു ഹിപ്നോതെറപ്പിസ്റ്റാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് CET കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. MSc in both environmental management and also psychology, right? Postgrad diploma in environmental protection management was during ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ തന്നെ പരിസ്ഥിതി സംരക്ഷണം ഇഷ്ടപ്പെട്ട് പോയി പഠിച്ചതാണ്. ഓ ഓക്കെ. പിന്നെ പിൽക്കാലത്ത് MSc സൈക്കോളജി എടുക്കാൻ കാരണം ആൾക്കാർക്ക് മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ഐ കൻ ഗിവ് ടു ദ സൊസൈറ്റി എന്ന് മാത്രമേ അത് ചിന്തിച്ചുള്ളൂ. അത് All these happened, ഇത് എപ്പോഴാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്, ഈ പഠിത്തം ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്? ലൈഫ് ലോങ് ആണ്. ആദ്യം ഡിഫൻസ് അക്കാഡമി പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ക്ലിയർ ചെയ്ത് കോൾ ലെറ്റർ വന്നതിന് ശേഷമാണ് എഞ്ചിനീയറിംഗിലേക്ക് മാറിയത്. എഞ്ചിനീയറിംഗ് എടുത്തതിന് ശേഷം അത് പഠിക്കുന്ന സമയത്ത് തന്നെ പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ ഫൈനൽ ഇയർ ആയിട്ട് തന്നെ പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ ക്ലിയർ ചെയ്തു. ടെക്നിക്കൽ പേപ്പേഴ്സ് ഒക്കെ പ്രസന്റ് ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ആ പ്രോസ്പെക്ട്സ് കാരണം ഞാൻ കമ്പ്യൂട്ടേഴ്സിലേക്ക് മാറി. പീപ്പിൾ സോഫ്റ്റ്വെയർ പഠിക്കാനും വെബ് ഡിസൈനിങ് ചെയ്തു. ആൻഡ് യു പെർസ്യൂഡ് ഇറ്റ്, വർക്ക് ചെയ്തു അത്? അതിനുശേഷമാണ് ഞാൻ മീഡിയ ചൂസ് ചെയ്തത്. ഐ റിയലി ലൈക്ട്, കാരണം എൻ്റെ അമ്മാവിൻ്റെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടുണ്ടാവും. അമ്മാവൻ ഹി വാസ് സോ ബിഹൈൻഡ് മീഡിയ. രണ്ട് അമ്മാവന്മാർ, ഒരാൾ സമയമായില്ല പോലും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് അമ്പലിച്ചേട്ടൻ്റെ കൂടെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമ പഠിക്കാൻ പോയിട്ട് അപ്പോൾ ടെലിഗ്രാം അടിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ വേണ്ടെന്ന് ടെലിഗ്രാം ചുമ്മാ സീരിയസ് സ്റ്റാർട്ട് ഇമീഡിയറ്റ്ലി എന്ന് ടെലിഗ്രാം അടിച്ച് തിരിച്ചു പഠിപ്പിച്ചാണ്. അങ്ങനെ ആ ചാൻസ് പോയിട്ട് ലൈഫ് ലോങ് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ടൊരു മനുഷ്യൻ. അദ്ദേഹം വലിയൊരു കഥ സിനിമയാക്കാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷെ വന്ന പ്രൊഡ്യൂസർ അന്ന് ലണ്ടനിൽ പോയതാ, ഇതുവരെ ഐ മീൻ പിന്നെ പിൽക്കാലത്ത് അവരെ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ വരും എന്ന് പറഞ്ഞതാ, ഇതുവരെ വന്നിട്ടില്ല. വർഷങ്ങളായി. ആ അങ്കിൾ മരിച്ചും പോയി. ബട്ട് സ്റ്റിൽ ഐ റിയലി ഫീൽ ദാറ്റ് അദ്ദേഹം കണ്ട സിനിമ അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിൽ കണ്ട ആ സിനിമ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ബിക്കോസ് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. പിന്നെ ഇപ്പൊ LLB ചെയ്തു, അതിനുശേഷം LLM കഴിഞ്ഞു. ആൻഡ് യു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ക്രിസ് വേണുഗോപാലിനുള്ള പ്രൊഫഷൻ. സോ വാട്ട് ഇസ് എ പ്രൊഫഷൻ? അത് എല്ലാം ഉണ്ട്. ഞാനത് പഠിച്ചത് കളയാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. എവിടെയെങ്കിലും ഇപ്പൊ എന്റെ വീട് പണിയുമ്പോൾ വരച്ച പ്ലാൻ നോക്കിയിട്ട് എനിക്ക് പറയാം, എനിക്ക് ഇവിടെ ആയിക്കഴിഞ്ഞാൽ എനിക്കിവിടെ എയർ ഫ്ലോ കുറവായിരിക്കും, എനിക്കിങ്ങനെ വേണ്ട, വിൻഡോ ഇങ്ങോട്ട് മാറ്റണം. എനിക്ക് ആ പ്ലാൻ കണ്ടു ഞാൻ അറിയാം. സിവിൽ എഞ്ചിനീയറായിട്ട് ഞാൻ ത്വിഷ എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയാണ് അത് വരച്ചത്. വരയ്ക്കുമ്പോൾ പല ചേഞ്ചസും അങ്ങനെ പറഞ്ഞു, എനിക്കിതിൻ്റെ ഡയമെൻഷൻസിൽ ചേഞ്ച് വേണം. അങ്ങനെ നോക്കി ഞാൻ തന്നെ വരച്ച എൻ്റെ ലൈഫിൽ അറ്റ്ലീസ്റ്റ് ഞാൻ സിവിൽ എഞ്ചിനീയറായിട്ട് അത്രയെങ്കിലും ഞാൻ ചെയ്യണം. അപ്പോൾ ദാറ്റ് ഇസ് ഓൾവേസ് ദെയർ. ആരെങ്കിലും വരികയാണെങ്കിൽ സ്പേസ് പ്ലാനിങ്, ഇവിടെ നിങ്ങൾ ചെയർ ഇടാനൊന്നും നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സെൻസ് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു ബോധമുണ്ട്. പരിസ്ഥിതി സംരക്ഷണം ജീവിതത്തിലൊരു ആഗ്രഹം. ഓക്കെ, ഫിലിം മേക്കിംഗ് പഠിച്ചത് ഐ മീൻ ടു ആക്ടിങ് ആൻഡ് ഫിലിം ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്. സോ അതൊരു സൈഡിലുണ്ട്. ഫൈനാൻഷ്യലി സൗണ്ട് ആണ്. വാട്ട് യു നോ ബിക്കോസ് സി നമ്മളിപ്പം പല കാര്യങ്ങളും ഇങ്ങനെ പഠിക്കുന്നു. ആൻഡ് ഞാൻ പഠിച്ചത് മുഴുവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാക്കി പഠിച്ചതെല്ലാം എൻ്റെ. പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട്, പൈസ കുറവുണ്ട്, അതുകൊണ്ട് കിട്ടിയതാ. അതിനൊക്കെ ഒരു ക്ലാരിറ്റി എന്തായാലും കിട്ടിയല്ലോ എല്ലാവർക്കും. അയ്യോ, എന്റെ ബാങ്ക് ബാലൻസ് കണ്ടു കഴിഞ്ഞാൽ മാനേജർ ചിരിക്കും. ബാങ്ക് മാനേജർ ചിരിക്കും, ഇതിനൊക്കെ അക്കൗണ്ട് എന്നൊക്കെ വിളിക്കാം. ബിക്കോസ് അങ്ങനെ ഇതിൽ വിളിച്ച. അപ്പോ ഞാന് റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് പലർക്കും മാനസികമായിട്ട് അങ്ങനെ ഇഷ്യൂ ഉണ്ട്. കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ റേഡിയോ ഷോ ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു രീതിയുണ്ട്, വേണ്ട ചിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കും. ഇത് കേട്ടിട്ട് UAE ഒരാള് പോലീസിൽ കൊണ്ട് കേസ് കൊടുത്തെന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ ക്യാമറ വെച്ചിരിക്കുകയാണ്, ഞാൻ ചിരിക്കുന്നത്. എക്സാക്ട്ലി ആ സിറ്റുവേഷൻ നടന്നു അവിടെ. അതെ, അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ ആ സമയത്താണ് സാലറി കിട്ടാത്ത കാരണം ഒരാള് ഈ ഇലക്ട്രിക് ടവറിൽ കയറി. അപ്പൊ അത് നടന്ന സംഭവത്തിൽ അപ്പൊ ഐ റിയലൈസ് ദാറ്റ് ആൾക്കാരുടെ മനസ്സ് ഇങ്ങനെ പ്രശ്നമായി.
സംവെയർ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോമസ് ജോസഫ് സാർ ഞങ്ങൾക്ക് പറഞ്ഞു സൈക്കോളജി മനസ്സിനെ പഠിക്കാൻ പറ്റും, മനസ്സിനെ ക്യൂർ ചെയ്യാൻ പറ്റും. എനിക്ക് ഹെൽപ്പ് ചെയ്ത അനിൽ അല്ലെങ്കിൽ രേണു ചേച്ചി ഇവരുടെയൊക്കെ ഓർമ്മയിൽ ഞാൻ സൈക്കോളജി MSc എടുക്കാൻ തീരുമാനിച്ചു. MSc സൈക്കോളജി ചെയ്തു. അത് അത്രമാത്രം പോരാ, CBT മാത്രം പോരാ. എന്നാൽ ശരി, ഇമോഷണൽ ഇന്റലിജൻസ്, ഹിപ്നോതെറാപ്പി, അതെ, ഇമോഷണൽ ഇന്റലിജൻസ്, ഹിപ്നോതെറാപ്പി, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഹിപ്നോതെറാപ്പി എനിക്ക് പെർസ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് level 1, level 2, level 3 കഴിഞ്ഞിട്ട് ഐ വാസ് ട്രെയിൻഡ് അണ്ടർ ഫ്രെഡി ആൻഡ് ആന്റണി ജാക്വറ്റ്. ലോകത്തെ ടോപ്പ് 2 ഹിപ്നോട്ടിസ്റ്റ് ആണ്. അവരുടെ സ്റ്റുഡൻറ്റുമായി. എന്നിട്ട് ഈ ചികിത്സയിൽ ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാർക്ക് റിലീഫ് ഉണ്ടായി. ദേ ആർ ഹാപ്പി ദേ ആർ ഡൂയിങ്. ചിലർക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ പിന്നെ അതും കൂടി ഒരു ക്ലബ് ചെയ്യാം. എൻ്റെ മുത്തശ്ശനും വലിയച്ഛനും അവരുടെ ആ ലെഗസി ഫോളോ ചെയ്യാൻ ഞങ്ങളുടെ ഫാമിലി വേറെ ആരും ലോയേഴ്സ് ഇല്ല. ജസ്റ്റിസ് കൃഷ്ണ അയ്യർ ഇസ് റിലേറ്റഡ് ടു യു? വി ആർ ഇസ് ആക്ച്വലി അപ്പൂപ്പൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഒത്തിരി ക്ലോസ് ആണ് ഞങ്ങളുടെ ഫാമിലിയായിട്ട്. വി ആർ ഐ തിങ്ക് ഞങ്ങളുടെ ഫാമിലിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു ഹെൽപ്പും കൂടിയാണ്. എൻ്റെ അപ്പൂപ്പൻ AS കൃഷ്ണയ്യർ, ഹി വാസ് നോൺ ആസ് ലോ കൃഷ്ണയ്യർ. ഇവിടെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്ത് എറണാകുളം തന്നെയാണ് ജീവിച്ചത്. പാലക്കാട് നിന്ന് വരുമ്പോൾ ഒരു സെറ്റ് ലോ ബുക്സും ഒരു സാധാരണ ഒരു ബനിയനും മുണ്ടും മാത്രമുള്ള ഒരു മനുഷ്യൻ ഇവിടെ വന്ന് ഹി ബിൽഡ് ആൻ എംപയർ എന്ന് തന്നെ പറയാം. ഇവിടെ ആ ഫാമിലി പറഞ്ഞു വരുമ്പോൾ മൂത്ത മകൻ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഇവിടെ കൊച്ചിയിലെ ആദ്യത്തെ മുനിസിപ്പൽ കമ്മീഷണറും മേയറും ഒക്കെ ആയി AK ശിശാന്ത്. രണ്ടാമത്തെ മകൻ ഡോക്ടറായി കൃഷ്ണ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് റൺ ചെയ്യുന്നത്. സോ 3rd ജനറേഷൻ. മൂന്നാമത്തെ ആള് RECയിൽ പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞ് ഷിപ്പ്യാർഡ് വർക്ക് ചെയ്ത എഞ്ചിനീയറാണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ. നാലാമത്തത് എൻ്റെ അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അങ്ങനെ ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം എവിടെയെല്ലാം ശരിക്കും അപ്പൂപ്പൻ ആ എംപയർ എന്ന് പറയുന്നത് അയിരൂര്, ചിറ്റൂര്, അങ്ങനെ സ്ഥലത്ത് കളങ്ങളുണ്ട്. ഇവിടെ ഇത്രയും സ്ഥലം, വീടും ഈ ഹോസ്പിറ്റലിലെല്ലാം അപ്പൂപ്പൻ 1 man ആർമി എന്ന് പറയും. അതായിരുന്നു എൻ്റെ മുത്തശ്ശൻ. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് എനിക്ക് കാപ്പി തന്ന എൻ്റെ മുത്തശ്ശനെ 3-4 വയസ്സുള്ള ഒരു ഫെയിൻറ്റ് മെമ്മറി. അദ്ദേഹം ആ സമയത്ത് ഈ പാസ്റ്റ് അവേ. പക്ഷേ കൈൻഡ് ഓഫ് ഇമേജ് വിച്ച് ഐ ഗോട്ട് ഫ്രം ഇവരെല്ലാവരും പറയുന്ന എൻ്റെ മുത്തശ്ശൻ്റെ ആ ഒരു ക്യാരക്ടർ ഞാൻ പലരിൽ നിന്നാണ് പഠിച്ചത്. പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന രീതികൾ. കോർട്ടിൽ ജഡ്ജ് പോലും അപ്പൂപ്പൻ എഴുതുന്ന ഈ പ്ലീനകത്തുള്ള വേർഡ്സൊക്കെ ദേ യൂസ് ടു ഡിസ്കസ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 11 മണിയാകുമ്പം മകനും അച്ഛനും കൂടെ കോർട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിരുന്നു ഗുമസ്തൻ. സോ അദ്ദേഹമായിട്ട് ഞാൻ കുറെ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വലിയച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും വലിയച്ഛൻ്റെയും രണ്ടുപേരുടെയും ഗുമസ്തനായിട്ടായിരുന്നു. സോ അങ്ങനെ അപ്പൂപ്പനെ ഞാൻ അറിഞ്ഞത് പലരിലൂടെയാണ്. അപ്പൂപ്പൻ സംസാരിക്കുന്ന രീതി, ചില സ്മോക്കിംഗ് റിമാർക്സ് എന്തായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ പത്രമാറ്റിലെ മുത്തശ്ശൻ എന്ന് പറയുന്നത് ഈ അപ്പൂപ്പന്റെ ഒരു പകുതിയാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള അപ്പൂപ്പൻ എൻ്റെ അമ്മയുടെ അച്ഛൻ ഹരിജമൽ ഫെഡ് ഡയറക്ടർ. അദ്ദേഹത്തിന്റെ പല ക്വാളിറ്റീസും, സ്നേഹിക്കാനും കഥ പറയാനും ചിരിക്കാനും തമാശ പറയാനും സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ്സ് അടിക്കാനും. ആ അപ്പൂപ്പന്റെ 4 മക്കൾ അപ്പൂപ്പൻ ആഗ്രഹിച്ച പോലെ ആയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം എത്തിയില്ല. പക്ഷേ അല്ല, രണ്ടാമത്തെ അമ്മയുടെ സൈഡിൽ അമ്മയുടെ ബ്രദേഴ്സ് അപ്പൂപ്പൻ ആഗ്രഹിച്ചത് ഒരാൾ IAS എടുക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ BA എക്സാം എഴുതാനുള്ള പൈസ കൊണ്ടുപോയി നേരെ ഈ പേ ടു തബലിസ്റ്റ്, തബല പഠിക്കാൻ പോയി. എന്നിട്ട് തബലിസ്റ്റ് ആയി. പക്ഷെ A grade ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരുവിധം എല്ലാവർക്കും അറിയാം. ചിത്ര ചേച്ചി ഉൾപ്പെടെ എല്ലാവർക്കും വായിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു നോൺ തബലിസ്റ്റ് ആണ്. നടരാജൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ റിലേഷൻ സിനിമ പറ്റിയില്ല, പക്ഷെ ബാങ്കിൽ വർക്ക് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ വിഷൻ ദാറ്റ് വാസ് എ ഡിഫറെന്റ് തിങ്. മൂന്നാമത്തെ ആൾ ബാങ്കിൽ മാനേജറായിട്ട് റിട്ടയർ ആയിപ്പോൾ എല്ലാം നല്ല രീതിയാണ്. നാലാമത്തതാണ് രാജൻ. ഹി വാസ് മാരിഡ് ടു താര കല്യാൺ. ഹി പാസ്ഡ് അവേ a few years back. രാജയും ഞാനും ബ്രദേഴ്സിനെ പോലെ വളർന്നത്. സോ അതൊരു വലിയ വിഷയമാണ് കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. എന്താണ് ബന്ധം? ബ്രദറായി അതാണ്. So you're also as old as him and all lot of things like that. So അത് he's your 12 years uncle, right? 12 വയസ്സ് വ്യത്യാസമുണ്ട്. അമ്മയുടെ കല്യാണം കഴിയുമ്പോൾ 12 വയസ്സ്. അപ്പോൾ റഫ്ലി ഞങ്ങൾ തമ്മിൽ 15 വയസ്സിന് വ്യത്യാസം. That's the age. Yes, ഉണ്ട്.